നവകേരള സദസ്സിലൂടെ നവചൈതന്യത്തിലേക്ക് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖച്ഛായ മാറുന്നു. ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം UTV ചീഫ് രാജേന്ദ്രൻ കല്ലേപ്പള്ളി തയ്യാറാക്കിയ പ്രത്യേക വാർത്ത കാണാം. നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു തുടങ്ങി. കാലപ്പഴക്കം ചെന്നതോടെയാണ് കെട്ടിടം പൊളിക്കാൻ ആരംഭിച്ചത്. 3 വർഷത്തിലേറെയായി ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്. പഴയ ഇരുനില കെട്ടിടത്തിന് താഴെ ഓഫീസ് റൂമായും മുകളിൽ 4 ക്ലാസ് മുറികളുമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വിദ്യാലയത്തിന് മുന്നിലായിരുന്നു ഈ പഴയ കെട്ടിടം. പൂർണ്ണമായും പൊളിച്ചുമാറ്റിയ ശേഷം പുതിയ കെട്ടിടം വരുന്നതോടെ വിദ്യാലയത്തിന്റെ മുഖച്ഛായ മാറും. നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രി പരിവാരങ്ങളും വിദ്യാലയത്തിൽ എത്തിയപ്പോൾ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ വിശദീകരിച്ച് നിവേദനം സമർപ്പിച്ചിരുന്നു. വിദ്യാലയ അധികൃതരുടെ നിവേദനത്തിന് ഫലം കണ്ടതോടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ 3 കോടി രൂപ ഫണ്ട് അനുവദിക്കുകയായിരുന്നു. വിദ്യാലയമുറ്റത്ത് പുതിയ കെട്ടിടം വരുന്നതോടെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പ്രധാന അധ്യാപിക സി ചന്ദ്രിക പറഞ്ഞു. 1921 സ്ഥാപിതമായ നെന്മാറ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂമുഖമായിട്ടുള്ള പൈതൃക ഓഫീസ് സമുച്ചയ കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ ഗൃഹാതുരത്വം തുളുമ്പുന്ന എൻ്റെ സ്കൂളിലെ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് നഷ്ടപ്പെടുമ്പോൾ എവിടെയൊക്കെയോ വിങ്ങലുകൾ ഉണ്ടെങ്കിലും കാലപ്പഴക്കം ചേർന്ന കെട്ടിടത്തിൽ അൺഫിറ്റായി കുട്ടികളും ഓഫീസ് സംവിധാനവും പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നെന്മാറ നിയോജക മണ്ഡലം MLAയുടെ നേതൃത്വത്തിൽ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന 3 കോടിയുടെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു നവീകരിച്ച പുതിയ കെട്ടിടം വരാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് ഇവിടെ ഈ ഒരു ഡിമോളിഷിംഗ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. പഴയ കെട്ടിടം മുഴുവൻ പൊളിച്ചുമാറ്റിയ ശേഷം പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. UTV ന്യൂസ്, പാലക്കാട്.